ചോദിക്കുമ്പോൾ അത് എന്റെ പെങ്ങളാ, എന്റെ സഹോദരനാ. ഇത് പച്ചയായ ഹറാമാണ്, പച്ചയായ ഹറാമാണ്. അവർ വിവാഹം കഴിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്റെ ഉപ്പാന്റെ സഹോദരന്റെ മക്കൾ, പെൺമക്കൾ എനിക്ക് വിവാഹം കഴിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അവരായിട്ട് പിന്നെ കൂടിക്കലരുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. അല്ലാഹു തആല അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. എങ്കിൽ അന്യരായിട്ടുള്ള സ്ത്രീകളെ അവരുമായിട്ട് കൂടിക്കലറുക എന്നുള്ളത് എങ്ങനെയാണ് ഇസ്ലാം അനുവദിക്കുന്നത്? അതേപോലെ തന്നെ സ്ത്രീകളെ, നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾക്ക് ലജ്ജയുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് നാണമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അനുവദിക്കപ്പെടാത്ത ആളുകളുടെ മുന്നിൽ നിങ്ങൾ പോകുവാൻ പാടില്ല. ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അന്യരായിട്ടുള്ള ആണും അന്യരായ സ്ത്രീകളും കൂടിക്കലറുക എന്നുള്ളത് ഇസ്ലാം വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആരാണ് അന്യർ എന്ന് പറഞ്ഞാൽ? ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും ട്രെൻഡായിട്ടുള്ള, ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു കാര്യമാണ് എന്റെ കസിൻ സിസ്റ്റർ, എന്റെ കസിൻ ബ്രദർ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം. എന്നിട്ട് അവർ കൂടിക്കലറുകയും ട്രിപ്പ് പോവുകയും അതേപോലെ തന്നെ ഒരേ റൂമിൽ നിൽക്കുകയും ബൈക്കിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ചോദിക്കുമ്പോൾ അത് എന്റെ പെങ്ങളാ, എന്റെ സഹോദരനാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്റെ അലിയങ്കയാണ്, അല്ലെങ്കിൽ എന്റെ അലിയനാണ് എന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരു കാര്യം. ഇത് പച്ചയായ ഹറാമാണ്, പച്ചയായ ഹറാമാണ്. അവർ വിവാഹം കഴിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതായത് എന്റെ ഉപ്പാന്റെ സഹോദരന്റെ മക്കൾ, പെൺമക്കൾ എനിക്ക് വിവാഹം കഴിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അവരായിട്ട് പിന്നെ കൂടിക്കലരുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. അല്ലാഹു തആല അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. എങ്കിൽ അന്യരായിട്ടുള്ള സ്ത്രീകളെ അവരുമായിട്ട് കൂടിക്കലറുക എന്നുള്ളത് എങ്ങനെയാണ് ഇസ്ലാം അനുവദിക്കുന്നത്? ചില ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ അപവാദമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യം. ലവ് ജിഹാദ് ഇസ്ലാമിലുണ്ടോ? ഇസ്ലാം ലവ് ചെയ്യുന്നത് തന്നെ അന്യരായിട്ടുള്ള സ്ത്രീയെ നോക്കുന്നത് പോലും ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അവളെ പ്രണയിക്കുന്നത് ഇസ്ലാം എങ്ങനെയാണ് അനുവദിച്ചിട്ടുള്ളത്? അത് മുസ്ലിമായ അന്യരായിട്ടുള്ള സ്ത്രീയെ പ്രണയിക്കുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ കാഫിറുകളായിട്ടുള്ള അന്യമതസ്ഥരായിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുമോ? ഒരു നിലക്കും എന്താവുകയില്ല. ഇസ്ലാം അവരെ പ്രണയിക്കാൻ അനുവദിക്കുകയില്ല. ഇസ്ലാമിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി ഇല്ല. ഇസ്ലാമിലേക്ക് അങ്ങനെ ആളെ കൊണ്ടുവരാൻ ആവശ്യമില്ല. ഇസ്ലാമിക്ക് ആവശ്യമില്ല അങ്ങനത്തെ ആളുകളെ. എന്തിനാണ് ഇസ്ലാമിന് ലവ് ചെയ്തുകൊണ്ട് ആളുകളെ കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് ഇസ്ലാമിന്റെ, ഞങ്ങൾ ഉറച്ചു പറയുന്നു, ഇസ്ലാമാണ് സത്യം. ഇസ്ലാമല്ലാത്ത മതം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ഇസ്ലാമല്ലാത്ത ഒരു മതവും ശരിയല്ല. അത് എവിടെയും നമ്മൾ വ്യക്തമാക്കിക്കൊള്ളുന്നു. അതേപോലെ തന്നെ നമ്മൾ പറയുന്നു, ഇസ്ലാമിന് പിന്നെ ഇങ്ങനെ കൊപ്രായത്തങ്ങൾ കാട്ടിക്കൊണ്ട്, ഹറാമുകൾ കാട്ടിക്കൊണ്ട് ഇസ്ലാമിനെ ആളെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം ഉപകാരം ഉണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങൾ വന്നില്ലേ, ഇസ്ലാമിന് ഒന്നും തന്നെ നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇസ്ലാമിന് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇസ്ലാമിന് അങ്ങനത്തെ ആളുകൾ വേണ്ട. ഏതെങ്കിലും കോപ്രായക്കാർ, ഏതെങ്കിലും ആണും പെണ്ണും കെട്ട ആളുകൾ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇസ്ലാം എന്തല്ല അനുവദിക്കുന്നില്ല. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എന്നുള്ളത്, ഇസ്ലാമിൽ പവിത്രത എന്നുള്ളത്, ചാരിത്യശുദ്ധി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ കൽപ്പിച്ചതായ ഒരു കാര്യമാണ്. നോക്കും, ഹിർക്കൽ രാജാവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നത്? അവിടുന്ന് പറഞ്ഞ കാര്യമാണ്, ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം. ഇതാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നത്. വലാ തുശ്രികു ബിഹി ശൈആ, അവനോട് ഒന്നിനെയും ശിർക്ക് ചെയ്യുവാൻ പാടില്ല. അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിക്കുവാനോ, അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് ഇബാദത്തുകൾ ചെയ്യുവാനോ, അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് നേർച്ചകൾ അർപ്പിക്കുവാനോ പാടില്ല എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതേപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, വത്റുക്കുമായഖൂലു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാർ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വയഅമുറുന ബിസ്സലാത്ത്, നിസ്കരിക്കുവാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുന്നു. വസ്തിദ്ഖ്, സത്യസന്ധത ഇസ്ലാം പഠിപ്പിക്കുന്നു. വൽ അഫാഫ, എന്താണ് ചാരിത്രശുദ്ധി, ചാരിത്രശുദ്ധി ഇസ്ലാം കൽപ്പിക്കുന്ന ആദ്യത്തിൽ തന്നെ. എന്നിട്ട് പറഞ്ഞു വസ്സില, കുടുംബബന്ധം ചേർക്കുവാനും ഇസ്ലാം കൽപ്പിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ, അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെ സ്നേഹിക്കുവാനും, സ്നേഹിച്ച അവരെ പിന്നെ നോക്കുവാനും, അവരിൽ ഗർഭമുണ്ടാക്കുവാനും ഇസ്ലാം കൽപ്പിക്കുന്നത്? ഇസ്ലാം എങ്ങനെയാണ് കൽപ്പിക്കുന്നത്? വിവാഹിതനായിട്ടുള്ള ഒരു വ്യക്തി വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിലെ വിധി. ഒരു വിവാഹം പിന്നെ ചെയ്യാത്ത ഒരു വ്യക്തിയാണ്, വിവാഹിതനല്ല, വ്യഭിചരിച്ചതെങ്കിലോ 100 അടി അടിക്കുകയും നാട് കടത്തണമെന്നാണ് പറയുന്നത്.
പിന്നല്ലേ അന്യരായിട്ടുള്ള സ്ത്രീകളെ അവരെ ഗർഭമുണ്ടാക്കുവാനും അവരുടെ പ്രണയിക്കുവാനും ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഇസ്ലാം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവർ ഇഷ്ടപ്പെടാൻ പറയുന്നില്ല. ഇതാണ് ബേസ്, ഇതാണ് അടിത്തറ. ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ ശത്രുവായി കാണുവാനും അവരോട് വെറുപ്പുണ്ടാകുവാനും വേണ്ടിയാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. പിന്നെ അവരോട് എങ്ങനെയാണ് പ്രണയമുണ്ടാവുക? എങ്ങനെ പ്രണയമുണ്ടാകും? അള്ളാഹിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവോട് ശിർക്ക് വെക്കുന്ന, അള്ളാഹുവിനെ എന്നെന്നും ധിക്കരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനും ഒരു മുഅ്മിനിന് എങ്ങനെയാണ് സാധിക്കുന്നത്? എന്താണ് നിങ്ങൾ പറയുന്നത്? ഇസ്ലാം ഇങ്ങനെ കൽപ്പിക്കുന്നു എന്നാണ്? ഒരിക്കലുമില്ല. ഇസ്ലാം ഇഖ്തിലാത്ത് ഹറാമാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള കോളേജിൽ പഠിപ്പിക്കുവാനും പാടില്ല എന്നാണ് പറയുന്നത്. ഏതോ ഒരുത്തൻ ചെയ്യുന്നത് ഇസ്ലാമിന് തെളിവല്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പെൺമക്കൾ അന്യരായിട്ടുള്ള മതസ്ഥരുടെ കൂടെ പോകുന്നതായി ഇന്ന് പിന്നെ ആ ഒരു തെറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ചില മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നവുമില്ലാത്ത കൂട്ടിക്കൊടക്കന്മാരായ ആളുകളാണ് ഇന്ന് മാതാപിതാക്കളായി തീരുന്നത്. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല. നട്ടലുള്ള ആണുങ്ങളായി നിൽക്കുവാൻ വീട്ടിലുള്ള ഭർത്താക്കന്മാരോട് നാം പറയുന്നു, നിങ്ങളുടെ ഭാര്യന്മാരെ അന്യരായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം സഹോദരന്മാരെ നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾക്ക് ആണത്വമുണ്ട് എങ്കിൽ അതേപോലെ തന്നെ സ്ത്രീകളെ, നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾക്ക് ലജ്ജയുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് നാണമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അനുവദിക്കപ്പെടാത്ത ആളുകളുടെ മുന്നിൽ നിങ്ങൾ പോകുവാൻ പാടില്ല. ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ ചാരിത്ര ശുദ്ധി കാത്തുകൊള്ളണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് സ്വർഗം ലഭ്യമാകുന്നത്. അല്ലാഹു തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അദാക വഅദാ അദ്ദീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.